സജിൻ ഗോപുവും അനശ്വര രാജനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പൈങ്കിളി എന്ന സിനിമ ഉണ്ട്. ശ്രീജിത്ത് ബാബുവാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആവേശത്തിന്റെ സംവിധായകനായ ജിത്തു മാധവനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. സിനിമ എങ്ങനെയുണ്ടോ വെച്ച് കഴിഞ്ഞാൽ കിളി പോയ പൈങ്കിളി എന്ന് പറയേണ്ടി വരും. പടം എനിക്ക് ഒട്ടും വർക്കായില്ല എന്ന് പറഞ്ഞാൽ കോമഡി ഫിലിമായിട്ടാണ് അവര് ഈ പടം ഇറക്കിയിരിക്കുന്നത്. പക്ഷെ കോമഡി ഒന്നും അങ്ങോട്ട് വർക്കാവുന്നില്ല. ചളി എന്ന് പറയും, നമ്മൾ ചളി കോമഡി എന്ന് പറയൂലേ, ഓവർ കോമഡിയാണ്. ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടറും ഭയങ്കര ഓവറായിട്ടാണ് എല്ലാ ക്യാരക്ടറെയും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ പെർഫോമൻസ് ഓവറാണ്. ഡയലോഗൊക്കെ ഭയങ്കര ക്ലീഷേ ഡയലോഗ്സ്. പിന്നെ ഇതിലെ ക്യാരക്ടറൈസേഷൻ ഒക്കെ ഭയങ്കര മോശമാണ്. അനശ്വരയുടെ ക്യാരക്ടർ ഇതില് ഒരു ഒളിച്ചോടുന്ന പെൺകുട്ടിയാണ്. എന്തുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ ഒളിച്ചോടുന്നു എന്നുള്ളൊരു റീസൺ പ്രോപ്പറായിട്ട് സിനിമയിൽ അവർ പറയുന്നില്ല. നമ്മൾ അസ്യൂം ചെയ്യണം ഇവർ എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അനശ്വര ഭയങ്കര ഓവറായിട്ട് ക്യാരക്ടർ ഓവർ, അനശ്വരയുടെ ആക്ടിങ് ഓവർ. സജിൻ ഗോപുവിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ സജിൻ ഗോപുവിന്റെ ക്യാരക്ടറും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ക്യാരക്ടർ. ഇടയ്ക്ക് നോർമലായിട്ട് പെരുമാറും, ഇടയ്ക്ക് ഓവറായിട്ട് പെരുമാറും. ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ക്യാരക്ടറാണ് സജിൻ ഗോപുവിന്റെ. ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ പുള്ളിയുടെ റിയാക്ഷനും ഒക്കെ ഭയങ്കര ഓവർ. ആകെ കൂടി നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന എന്ത് ചളിയാണ് ഇവർ കാണിച്ചു വയ്ക്കുന്നത് എന്നുള്ളൊരു അവസ്ഥയാണ്. ചളിപ്പടം, ഒരു കുറെ കോമാളിത്തരം കാണിക്കുന്നുണ്ട് കോമഡിയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു ഫിലിം. ഫസ്റ്റ് ഹാഫൊക്കെ കണ്ട് ബോറടിച്ച് വയ്യാതെയായി, ഇറങ്ങിപ്പോയാലോന്ന് വരെ തോന്നി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഒരു 3-4 കോമഡീസ് ആ സിറ്റുവേഷൻസ് വർക്കായി എന്നല്ലാതെ ബാക്കി വീണ്ടും ഇതൊക്കെ തന്നെ അവസ്ഥ. ക്ലൈമാക്സിലെ സീനുകളൊക്കെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആരുടെയെങ്കിലും ഒരാളുടെ പെർഫോമൻസ് ബെറ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് അതെങ്കിലും എടുത്ത് പറയായിരുന്നു. ആരുടെ പെർഫോമൻസ് എനിക്ക് അങ്ങനെ ബെറ്റർ ആയിട്ട് തോന്നിയില്ല. ഉള്ളതിൽ ഭേദം റോഷൻ ഷാനവാസിന്റെ ക്യാരക്ടർ ആയിരുന്നു, സജിൻ ഗോപുവിന്റെ ഫ്രണ്ടായിട്ട് വരുന്നത്. പുള്ളിയുടെ ക്യാരക്ടർ ഓക്കെ, പുള്ളി ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഇങ്ങനെയാണ് പുള്ളി പെരുമാറുന്നത്, അത് ഓക്കെ ആയിരുന്നു. ചന്തു സലിംകുമാറൊക്കെ ഭയങ്കര ഓവറായിരുന്നു. ഇങ്ങനെ ഒരു കോമഡി സിനിമ കാണാൻ പോയിട്ട് അവസാനം ഇതുപോലെ കോമാളിത്തരമുള്ള സിനിമ കണ്ട് പൈങ്കിളി കണ്ട് കിളി പോയി എന്ന അവസ്ഥയായി. അപ്പൊ ഇതാണ് പൈങ്കിളി എന്ന സിനിമയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.